ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിത നേതൃത്വം, മറ്റു സുഹൃത്തുക്കൾ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ, മനുഷ്യകുലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചിട്ടുണ്ട്. ധനികനും പാമരനും, രാജാവും പ്രജയും, ഗുരുവും ശിഷ്യനും, ദരിദ്രനും അജ്ഞനും, അങ്ങനെ തുടങ്ങി ധാരാളം ആളുകളെ, ധാരാളം സംഘങ്ങളെ നമുക്ക് ആ മനുഷ്യകുലത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകർ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ രാജദർബാറിൽ ധാരാളം തളികകളും ധാരാളം ചെമ്പുകളും അനാഥർക്കും ദരിദ്രർക്കും വഴിയാത്രക്കാർക്കുമെല്ലാമുള്ള സുഭിക്ഷമായ ഭക്ഷണത്തിൻ്റെതായിരുന്നു. നബി ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ വീട്ടിൽ വെക്കുന്ന ഓരോ ഭക്ഷണത്തിനും നാട്ടിലിറങ്ങിക്കൊണ്ട് പാമരനെയും വഴിയാത്രക്കാരെയും മറ്റു ഇതര ദരിദ്രരെയും എല്ലാം വിളിച്ചൂട്ടിക്കൊണ്ട് ഭക്ഷിപ്പിക്കുന്ന ഒരു പ്രവണത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആയതിനാൽ തന്നെ നബി അവറുകളെ ചരിത്രം വിശേഷിപ്പിക്കുന്നത് അബുൽ ലൈഫാൻ, അതിഥികളുടെ പിതാവ് എന്നൊക്കെയാണ്. സാഹോദര്യത്തിൻ്റെ പാഠവങ്ങളും സ്വാന്തനത്തിൻ്റെ നിർവചനവുമായിരുന്ന മൂസാ നബി അലൈഹിസ്സലാം ആരോരുമില്ലാത്ത സമയത്ത് വെള്ളം കോരാമെന്ന പ്രതീക്ഷയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഇരു സഹോദരികൾക്ക് തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് വെള്ളം എടുത്തു കൊടുക്കുന്ന ചരിത്രം ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മുൻകാല അമ്പിയാക്കളെല്ലാം ജീവിച്ചു പോന്നിട്ടുള്ളത് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ആ പ്രമേയത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലുണ്ടായിരുന്ന ശതകോടീശ്വരന്മാരായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലെ തങ്ങൾ, ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, ഔഫ് തങ്ങളെ പോലെയുള്ളവരെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ ഒരു ജൂത സമൂഹത്തിൽപ്പെട്ട ഒരു ജൂത വിശ്വാസിക്ക്, അല്ലെങ്കിൽ ഒരു ജൂത സമൂഹത്തിൽപ്പെട്ട ജൂതനായ ഒരാൾക്ക് തൻ്റെ അങ്കി പണയം വെച്ചിട്ടുള്ളത് എന്ന് നാം ഓർക്കുന്ന സമയത്ത് അവിടെയും സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും എല്ലാം പാഠവങ്ങൾ പഠിപ്പിക്കുക, സാഹോദര്യം പഠിപ്പിക്കുക എന്നതാണ് നബി തങ്ങൾ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്നാണല്ലോ പ്രസ്തുത വചനം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഉസ്താദ് അവർകൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ആ പണ്ഡിത പട്ടം അണിയുന്നതിന് മുമ്പ് കേവലം ആനക്കാപ്പൊഴിയിലെ ഒരു അബൂബക്കർ മുസ്ലിയാരായിരുന്നു. ഇന്ന് കുന്നമംഗലത്തിനടുത്ത കാരന്തൂർ ഇത്രത്തോളം വിദേശ രാജ്യങ്ങളിൽ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഉസ്താദ് വഹിച്ചിട്ടുള്ള പങ്ക്, ആ ഉസ്താദിൻ്റെ കർമ്മ നേതൃത്വം, ആ കർമ്മ ഘോരയിൽ എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ ഏതൊരു പണ്ഡിതനെയും ആലോചിച്ചു നോക്കുന്ന സമയത്ത് വളരെ പ്രയാസങ്ങളിലൂടെയാണ് ഉസ്താദിൻ്റെ പഠന ജീവിതവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാഖിയാത്തിലെ പഠന ജീവിതം വളരെ പ്രയാസത്തിലൂടെയായിരുന്നു. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത സമയത്ത് രാത്രികാലങ്ങളിൽ ഡ്രസ്സ് അലക്കുകയും സുബഹി വരെ അത് ഉണങ്ങാനുള്ള സമയം കാത്തു നിൽക്കുകയും അർദ്ധനഗ്നനായി മാറുന്നതെല്ലാം ഉസ്താദിൻ്റെ പഠന ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടൊന്നും തീർന്നില്ല. ഒരു ദിനം കിതാബ് വാങ്ങാൻ പണമില്ലാത്ത സമയത്ത് ഉള്ള കിതാബ് വിറ്റുകൊണ്ട് അതിലെ പണം സ്വരുക്കൂട്ടി വെച്ച് കിതാബ് വാങ്ങിയ ചരിത്രവും ഉസ്താദിൻ്റെ ചരിത്രങ്ങളിൽ, ഉസ്താദിൻ്റെ പഠനകാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കേവലം മർക്കസിൻ്റെ ആരംഭം, പഠനകാലത്തിനപ്പുറം അതിലും മികച്ച വെല്ലുവിളികളും മികച്ച ഭീഷണികളും, എന്തിനേറെ പറയണം വിദേശ രാജ്യങ്ങളിലെ ജയിലറകളിൽ വരെ ഉസ്താദ് അകപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വരുത്തി തീർക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ടെല്ലാം ഉണ്ടായിരുന്ന നേട്ടം, ഇന്ന് ലോകം അറിയപ്പെടുന്ന, ഇന്ന് ഏത് ലോകത്ത് പോയാലും ഇന്ത്യയെ അഭിമുഖീകരിക്കുന്ന ഒരാളോട് ചോദിക്കാനുള്ളത് ഷെയ്ഖ് അബൂബക്കറിൻ്റെ നാട്ടിൽ നിന്നാണോ? അത്തരത്തോളം ഉസ്താദിനെ വളർത്താൻ, ഉസ്താദിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സഹനങ്ങളും ഈ പീഡനങ്ങളും ഈ പ്രതിസന്ധികളും എല്ലാം നയിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നാം ഒന്ന് ചിന്തിക്കേണ്ടത്, ഇന്നിപ്പോൾ പരസ്പരം വർണ്ണവെറികളും വർഗീയതകളും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, പരസ്പരം വർഗീയതയും വിദ്വേഷവും പാലൂട്ടി വളർത്തുന്ന ഈ കാലത്ത്, ധാരാളം ഭരണകൂടങ്ങൾ കേവലം ഭിന്നതകളിൽ മാത്രം ഊന്നിക്കൊണ്ട് ഭരണം നടത്തുന്ന ഈ കാലത്ത്
നമ്മുടേതെന്ന് പറയാൻ, എൻ്റേതെന്ന് പറയാൻ ഓരോരുത്തർക്കുമുള്ള ഈ കാലത്ത് നമ്മുടേതെന്ന് പറയാനുള്ള ഒരു മനുഷ്യൻ ഇന്ന് കേരളത്തിൻ്റെ ഒരറ്റം കാസർഗോഡ് മുതൽ മറ്റേ അറ്റം തിരുവനന്തപുരം വരെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും എല്ലാം ഒറ്റ ആശയത്തെ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന കാലോചിതമായി ശരിവെച്ച ആ പ്രമേയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉസ്താദ് യാത്ര നടത്തുമ്പോൾ ഇവിടെ ഉണ്ടാക്കാനുള്ളത് പുതുചരിത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മർക്കസിൻ്റെ പ്രാരംഭം മുതൽ ഉസ്താദിൻ്റെ ആ ദിശണാബോധവും അതുപോലെ ഉസ്താദിൻ്റെ മാർഗവും എത്രത്തോളം വ്യക്തവും എത്രത്തോളം ദീർഘമുള്ളതും എത്രത്തോളം ആഴമുള്ളതുമാണ് എന്ന് നമുക്ക് നോളജ് സിറ്റി പോലത്തെ അല്ലെങ്കിൽ മറ്റു ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ധാരാളം പാവപ്പെട്ട ആളുകൾ ഇന്നും സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളമില്ലാത്ത സമയത്ത് ഇന്ന് മർക്കസിൻ്റെ കീഴിൽ, ഉസ്താദിൻ്റെ മർക്കസിന് കീഴിൽ 10,000-ഓളം ജലസേചന പദ്ധതികൾ കേരളത്തിൽ മാത്രം നിലവിലുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടൊന്നും തീർന്നില്ല ഉസ്താദിൻ്റെ വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ ആ മാർഗങ്ങൾ. ഭിന്നതകളിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസപരമായി സമൂഹം ഉയർച്ചയിൽ വരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് സമസ്ത രൂപീകരിക്കുന്നതും സമസ്ത കീഴിൽ മദ്രസകളും ധാരാളം പള്ളികളും ധാരാളം സ്കൂളുകളും കീഴടക്കുന്നതും ഉണ്ടാക്കിയെടുക്കുന്നതുമെല്ലാം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ആ പ്രമേയത്തെ പൂർണ്ണമായും അന്വർത്ഥമാക്കിയതിന് ശേഷമാണ് ഉസ്താദ് ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്നത്. തൻ്റെ തൂക്കുകയറിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും എണ്ണിക്കൊണ്ടിരുന്ന പ്രിയ എന്ന് പറയുന്ന സഹോദരി ഇന്ന് അദ്ദേഹം ചിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും സന്തോഷത്തിൻ്റെ ഓരോന്നും അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വെക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ ഉസ്താദ് അവരുടെ ജീവിതത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതിനു സമാനമായ ചരിത്രം ഇസ്ലാമിൻ്റെ ഹംബലി ഇമാമിൻ്റെ ചരിത്രങ്ങളിൽ, ഹംബലി ഇമാമിൻ്റെ പാഠവങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആയതിനാൽ തന്നെ മുൻകാല അമ്പിയാക്കളും ഉലമാക്കളും അഇമ്മത്തും മുൻകാലത്ത് ജീവിച്ചിരുന്ന എല്ലാവരും മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ആ ആശയത്തെ ഊന്നൽ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആശയത്തിൽ ഊന്നിയ പ്രവർത്തനമാണ്, പദ്ധതികളാണ് അവരെല്ലാം ആവിഷ്കരിച്ചിരുന്നത്. മാനവൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് വർത്തമാന സമസ്യകൾക്കുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം നൽകിക്കൊണ്ട് ഇന്ന് കേരളത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെ ഉസ്താദ് യാത്ര ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം തള്ളിപ്പറഞ്ഞവർക്കും ഭീഷണി മുഴക്കിയവർക്കും അത് തിരുത്താനും ഉസ്താദിനൊപ്പം കൂടാനുമുള്ള അവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ മന്ത്രാലയം പോലും ഇന്ന് ഉസ്താദിന് വേണ്ടി പ്രൈവറ്റ് ജെറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്രത്തോളം ആ രാജ്യത്തിൽ പ്രഗത്ഭരാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ പ്രധാനമന്ത്രി പോലും ഇന്ന് ഉസ്താദിന് വേണ്ടി വീൽ ചെയർ ഉന്തിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും നാം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വെള്ളവസ്ത്രധാരികളായ വെള്ളപ്പട്ടാളങ്ങൾക്ക് എത്രത്തോളം അല്ലെങ്കിൽ ഉലമാ സമൂഹത്തിന് എത്രത്തോളം ഇസ്സത്തും പ്രതാപവും ഉസ്താദ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ള ആ ചരിത്രം തിരിച്ചറിയാതെയാണ് ഇന്ന് പല സമൂഹങ്ങളും പല വ്യക്തികളും ഇന്ന് ഉസ്താദിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉസ്താദിനെതിരിൽ പല ഭീഷണികളും മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തിരുത്തിക്കൊണ്ട് ഉസ്താദിനൊപ്പം നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതമാണ് നാം ഓരോരുത്തരും കാത്തുസൂക്ഷിക്കേണ്ടത് എന്ന് മാത്രം അവസാനമായി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.